ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഭാഗ്യലക്ഷ്മിക്ക് ഈ അപകടം സംഭവിച്ചു എന്നറിഞ്ഞിട്ട് ഞെട്ടലോട് കൂടിയാണെങ്കിൽ തന്നെ ബലരാമൻ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. അവിടെ ലാലിയുണ്ട്, അതുപോലെ തന്നെ ക്ലീറ്റസും ഉണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ലാലിയുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നുണ്ട്. എൻ്റെ അനിയത്തിക്ക് എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്തൊക്കെയാണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്, തുറന്ന് പറയ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് ബലരാമൻ. അപ്പോഴത്തേന് ലാലി സത്യങ്ങളൊന്നും അധികം തുറന്ന് പറയാൻ ലാലിക്കും സാധിക്കുന്നില്ല. അതിനുശേഷം തന്നെ ബലരാമൻ പോയതിനു ശേഷം തന്നെ സുമിത്രയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബലരാമൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അവൻ ബലരാമൻ കുഞ്ഞിനെ പേടിക്കണം സുമിത്രാമേ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും തന്നെ അവളെ പേടിക്കില്ല എന്നൊക്കെ സുമിത്രയും പറയുന്നുണ്ട്. അവനെ പേടിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ അച്ഛനെയാണ് കേട്ടോ, ശ്രീനിവാസനെയാണ്. അപ്പോൾ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമായിട്ട് തനിക്ക് തൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വിഷമത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ധനലക്ഷ്മിയും ഇപ്പോൾ അച്ഛൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്. കാരണം ധനലക്ഷ്മി നല്ല പോലെ അടി കിട്ടിയോട് കൂടി കുറച്ചൊക്കെ കൺമണിയെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേനും പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്, മാഡം എൻ്റെ കൺമണിയെ കാണാനില്ല, അവൾ എങ്ങനെയെങ്കിലും രക്ഷിച്ച് എനിക്ക് തരണമെന്ന് പറയും. മാഡം തന്നെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. കാരണം കൺമണിയെ കാണാനില്ലേ, അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയില്ല മാഡം, രാവിലെ ഇവിടുന്ന് പോയതാണ്, ഇതുവരേക്കും എവിടെയും അറിയില്ല ആർക്കും. മാത്രമല്ല ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഉടനെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ കൺമണിയെ കെട്ടിയിട്ടിരിക്കുകയാണ് ഗുണ്ടകളൊക്കെ ചേർന്നിട്ട്. കാരണം ബലരാമൻ്റെ പേര് അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം കൺമണി ഒരുപക്ഷെ രക്ഷപ്പെട്ടാലും ബലരാമനാണിത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ സുമിത്രയുടെ പ്ലാനിങ് ഒക്കെ. അതിനുശേഷം തന്നെ മഹി പറയുന്നുണ്ട്, നമുക്ക് കൺമണിയെ രക്ഷിക്കണമെങ്കിൽ ഒരാളെ നമ്മൾ കൈവശമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നടക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനോട് സംസാരിച്ചാൽ കാര്യങ്ങൾ കൺമണി എവിടെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറയുന്നു കൃഷ്ണൻ. അപ്പം നോക്കി നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരുമില്ല, ബലരാമൻ തന്നെയായിരിക്കും. കാരണം ബലരാമനാണല്ലോ എല്ലാത്തിനും കാരണം. അതുകൊണ്ട് ബലരാമനായിരിക്കും കൺമണിയെയും കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേനും ആരായിരിക്കും ഇനി കൺമണിയെ രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഒരുപക്ഷെ ബലരാമനായിരിക്കാം, അല്ലെങ്കിൽ ക്രഷ് ആയിരിക്കാം. ഇതോടെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങൾ കഴിയുന്നത്.